പരിഹരിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ കോൺഗ്രസ് ആകാതെ നാണം കിട്ടുമല്ലോ. കാരണം ഇപ്പം പുതുതായിട്ട് ഇപ്പോൾ ഭരണത്തിലേക്ക് വന്ന് അപ്പോഴേക്കും തന്നെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഭരണത്തെ ശരിക്കും ബാധിക്കും. ഇപ്പം ജനം തിരിച്ചറിയും എല്ലാം. ഓരോ 1-2 വർഷത്തിനകം തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഭരണത്തിനെ തന്നെ ഇത് തന്നെയല്ലേ അറിയുന്നത്. അവന്മാർ നാട്ടക്കേസല്ലേ ഇത്, ഒരു വിധത്തിലാണ് ഭരണം കിട്ടിയത്. അത് ഇവനായിട്ട് നശിപ്പിക്കും, അത്രേ ഉള്ളൂ. ഈ കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ അതൊരുമാതിരി കളിയാണ്. അതാണ് അവൻ്റെ കളി. മറ്റേ മര്യാദയ്ക്ക് UDF ഭരണത്തിൽ വന്നാൽ എന്തായാലും പ്രതിപക്ഷം ചിരിക്കുകയാണെന്ന് ചിരിപ്പിക്കാനുള്ള കളി. ഇവൻ എന്തോ കളി കളിക്കുന്നത്, അതല്ല വേറെ ഒന്നും അല്ലത്. പ്രശ്നങ്ങൾ എവിടെ തീരാനാണ്? പ്രശ്നങ്ങൾ എപ്പോഴും അത് പ്രശ്നങ്ങൾ എപ്പോഴും കാണും. അത് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്താൽ പ്രശ്നം തിരിയല്ലേ. ഓരോരുത്തരും ഇമ്മ ഓരോ കളി കളിക്കുന്നതല്ലേ. കോൺഗ്രസിൻ്റെ കളികൾ എന്ന് പറഞ്ഞാൽ അത് വല്ലതും എന്നാ കളികളാണ്, ഇതൊന്നുമല്ല. ഇത് ചിലപ്പം ബാധിച്ചൊന്നും വരും. ഞാൻ പാലക്കാരനല്ല എങ്കിൽ പോലും കുറേ നമ്മൾ പേപ്പർ വായനയൊക്കെ ഉള്ളതുകൊണ്ട് അറിയാവുന്നൊരു കാര്യമുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭാവിയിൽ വെക്കൊരു വലിയ പൊട്ടിത്തെറികളുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് തെറ്റായ നടപടിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അനുകൂലിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ധാരണ പൊതുജനങ്ങൾ ഇതിനെ അനുകൂലിക്കില്ല എന്നുള്ളതാണ്. അതെ. എന്തായാലും ഈ ഒരു ഇത് പെട്ടെന്ന് ഈ ഒരു ഒത്തുതീർപ്പ് ആവണമെന്ന് തന്നെയാണ്. അതെ തീർച്ചയായിട്ടും ഭരണം സ്തംഭിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. പാലാ നഗരസഭയിൽ പ്രശ്നങ്ങൾ അതിൻ്റെ ഉന്നതിയിലെത്തി നിൽക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സണായിട്ടുള്ള ദിയ പുളിക്കൽക്കണ്ടം നൽകിയ പരാതി അനുസരിച്ച് നഗരസഭാ കൗൺസിലറായിട്ടുള്ള ബിജു തോമസിനെതിരെയാണ് ഇപ്പോൾ അതീവ ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. ദിയ പുളിക്കൽക്കണ്ടത്തിൻ്റെ ഒരു വില കൂടിയ വാച്ചും അതുപോലെ തന്നെ ഒഫീഷ്യൽ ഫയലും മോഷണം പോയി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ബിജു തോമസിനെതിരെ ദിയ പുളിക്കൽക്കണ്ടം ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനാസ്പദമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ തുടർച്ച പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത് ബിജു തോമസ് തന്നെ ഈ ദിയ പുളിക്കൽക്കണ്ടത്തിൻ്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള ബിനു പുളിക്കൽക്കണ്ടത്തിനെതിരെയും അതുപോലെ തന്നെ ബിജു പുളിക്കൽക്കണ്ടത്തിനെതിരെയും നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു FIR ഇട്ടതിന് ശേഷം അതിന് മഹസർ തയ്യാറാക്കാനായിട്ട് ഇവിടെ ബിജു തോമസ് എത്തുകയും അതിനെ തുടർന്ന് പോലീസുകാർ ദിയ പുളിക്കൽക്കണ്ടം ഇവിടെ ഇല്ലാത്ത സമയം നോക്കി തന്നെ അവരുടെ ഓഫീസിൽ കയറി മഹസർ തയ്യാറാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ദിയ പുളിക്കൽക്കണ്ടം ഇവിടെ എത്തിയപ്പോഴാണ് തൻ്റെ വില കൂടിയ വാച്ചും അതുപോലെ തന്നെ ഒരു ഫയലും കാണുന്നില്ല എന്ന ഒരു പരാതി ഈ പോലീസിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് കോൺഗ്രസിനിടയിൽ തന്നെ പ്രശ്നങ്ങൾ പുകയുകയാണ്. ഇത് കണ്ട് പ്രതിപക്ഷം ചിരിക്കുകയാണെന്ന് വേണം കരുതാൻ. എന്തായാലും നമുക്ക് ഇതിനെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ്, അവരുടെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. കോൺഗ്രസിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതുപോലെ പ്രശ്നമല്ലാണോ? ഇതൊക്കെ ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. ഒരു പ്രശ്നവുമല്ല. ഇതൊക്കെ 5 വർഷവും ഇപ്പം ഭരിക്കുന്ന പാർട്ടിക്കാർ ഭരിക്കും, ഒരു കുഴപ്പമില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാന്നല്ലേ. ഓരോരുത്തരും ഇമ്മ ഓരോ കളി കളിക്കുന്നതല്ലേ. എന്തായാലും കേരള കോൺഗ്രസിന്റെ കളികൾ ഇതിനകത്തുണ്ടെന്ന്. കേരള കോൺഗ്രസിന്റെ കളികൾ എന്ന് പറഞ്ഞാൽ അത് വല്ലതും എന്നാ കളികളാണ്, ഇതൊന്നുമല്ല. ബിനു ആളും എടുക്കണ. എന്നാ ചോദിച്ചാൽ ബിനു എല്ലാ കേസോട്ട് കൈകാര്യം ചെയ്യാനും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയം എന്നാണ് ബിനു പല പ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. ഒരാളും എടുക്കണ. അവൻ്റെ കാര്യം നോക്കാൻ അവനറിയാം, കുഴപ്പമൊന്നുമില്ല. എന്തായാലും പക്ഷേ ഇപ്പം ഇതിനകത്ത് 6 പേരുടെ ഇതുകൊണ്ടാണ് പാല ഇപ്പോൾ കോൺഗ്രസ് പിടിച്ചേക്കുന്നത്. അതൊക്കെ ശരിയാ. അതായത് അത് നാളെ മറ്റേ ജോസ് കെ മാണി ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമായിരുന്നു. ജോസ് കെ മാണിയുടെ കൈ ഇരുന്നേനെ. ചെറിയ ഒരാളുടെ വൈരാഗ്യത്തിൻ്റെ പേരിൽ അങ്ങോട്ട് മാറ്റിയതാ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് ഇപ്പോൾ ഇനി അവരുടെ കോൺഗ്രസിൻ്റെ ഒരു നിലനിൽപ്പിനെ ബാധിക്കും. എന്നാ നിലനിൽപ്പ്? കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലേ? പ്രശ്നങ്ങൾ എവിടെ തീരാനാണ്? പ്രശ്നങ്ങൾ എപ്പോഴും അത് പ്രശ്നങ്ങൾ എപ്പോഴും കാണും. അത് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്താൽ പ്രശ്നം തിരിയല്ലേ. ഒരു ഭരണമുന്നണി എന്ന് പറയുമ്പോൾ ഒരു ഒത്തൊരുമയൊക്കെ വേണ്ടേ? ഭരണത്തിന് ഭരിക്കുന്നവർക്ക് അതിൻ്റെതായ ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനകത്ത് എന്തെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ ഓരോരുത്തർ ഓരോ സ്വഭാവത്തിൻ്റെ ഇതിൽ എന്നൊക്കെ പറഞ്ഞത് വരും. അങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോവാ, അത്രേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റിൽ കൂടിപ്പോയോ? കൂടിയിട്ടൊന്നുമില്ല. അങ്ങോട്ടേക്കോട്ട് ക്ഷമിക്കുക, അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ കേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവോ അവര്? കേസൊക്കെ ഇപ്പം ഇങ്ങനെയാണല്ലോ. മലയാളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേസൊക്കെ ഉണ്ടല്ലോ. ക്ഷമിക്കാനുള്ള മനോഭാവം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അവര് ക്ഷമിക്കുന്നില്ല. ക്ഷമിച്ചോളും, എല്ലാം ക്ഷമിച്ചോളും. പ്രതിപക്ഷം ഇപ്പൊ ഇരുന്ന് ചിരിക്കാന്നാണ് എല്ലാവരും. പ്രതിപക്ഷം ഇപ്പൊ അങ്ങനെയാണ്, ചിരിക്കുമല്ലോ. 10 വർഷം കഴിഞ്ഞിട്ട് അവർക്കൊരു ഭരണം കിട്ടുമ്പോഴേ 10 വർഷം ഭരണം കിട്ടും. ഈ പ്രാവശ്യം ജോസ് കെ മാണി കിട്ടണ്ടായിരുന്നു. ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്. അതൊരു മാണി സാറാണ് ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങ് പോയേനെ. പുതിയ ചെയർപേഴ്സൺ എങ്ങനെ ഉണ്ടെന്നാണ് നമ്മൾ മറ്റേ ആ ബിനുവിൻ്റെ കല്യാണം വരെ കൂടിയിട്ടുള്ള നല്ല കൊച്ചല്ലേ, നല്ല മെഡിക്കൽ കൊച്ചാ.
അപ്പോൾ ഇത് എന്തായാലും ഇപ്പം ഇങ്ങനെ ബിനു തോമസ് അതിനെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതിനെ പറ്റിയൊക്കെ ഞാനെന്താ പറയാനാണ്, നമുക്ക് പ്രത്യേക രാഷ്ട്രീയം. വില കൂടിയ വാച്ചും മറ്റേ ഫയലൊക്കെയാണ് മോഷ്ടിച്ചെന്നൊക്കെയാണ് കേസ് കൊടുത്തേക്കുന്നത്. ആർക്കറിയാം എങ്ങനെയൊക്കെയാന്ന് സംഭവം എങ്ങനെയാന്ന് നമുക്കറിയത്തില്ലല്ലോ. നമ്മളതിനകത്തൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളതിനകത്ത് നമുക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. നല്ല ആൾക്കാർക്ക് നമുക്ക് വോട്ട് ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇത് ദൈവത്തിൻ്റെ കൃപയും കൊണ്ട് നമ്മളങ്ങ് ജീവിക്കും. നമ്മൾ വലിയ എന്തായാലും ഇത് പെട്ടെന്ന് തീരണമെന്നാണ്. പിന്നെ അതൊക്കെ തീർന്നോളൂ. ഇതൊരു വിഷയമുള്ള കാര്യമല്ല, ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. സ്പ്ലിറ്റ് ഉണ്ടാക്കിയതിനത് ഭരണത്തെ ബാധിക്കും എന്തായാലും. കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അവരങ്ങോട്ടും ആണെങ്കിൽ അത് ആകെ വിഷയമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇപ്പം ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ ഇതിന് പിന്നിൽ ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയുള്ള അഭിമുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ജോസിന് ഇങ്ങനെ നേരത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം. അതന്ന് പിന്നെ ജോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാരാണ് ഇതിന് തടസ്സം നിന്നത്. അപ്പോൾ ഇപ്പം ഈ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ജോസ് കെ മാണിയുടെ ഇതുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഉറപ്പില്ല, ഐ മീൻ സംശയങ്ങളാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലേ. ജോസിനെ ഇത്രമാത്രം റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. വരാനാണെങ്കിൽ ജോസിന് നേരിട്ട് വരാം, അത് സ്വീകരിക്കാൻ ഇവർ തയ്യാറാണ് അല്ലേ. പക്ഷേ ഇപ്പം ഇതിലിപ്പം കേരള അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ പാലയിൽ നിൽക്കുന്നത് തന്നെ ഈ ദിയ പുളിക്കൽ കണ്ടം അവരുടെ ഒരു അതുകൊണ്ടാണ്. അതൊക്കെ തന്നെയാണ് ഇവരുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാലയിലുള്ള കോൺഗ്രസിൻ്റെ ഇതിനെ ബാധിക്കുമെന്നുള്ള രീതിയിലൊക്കെ അതൊക്കെ ചിലപ്പം ബാധിച്ചെന്ന് വരും. ഞാൻ പാലക്കാരനല്ല എങ്കിൽ പോലും കുറേ നമ്മൾ പേപ്പർ വായനയൊക്കെ ഉള്ളതുകൊണ്ട് അറിയാവുന്നൊരു കാര്യമുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഭാവി എന്നുള്ളത് ചേട്ടൻ്റെ ഒരു അറിവ് വെച്ചിട്ട്? ഭാവിയിൽ വെക്കൊരു വലിയ പൊട്ടിത്തെറികളുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. കാരണം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് തീരും മോശക്കാരല്ല, അതുകൊണ്ടാണ്. എന്താണെന്ന് പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാനും കഴിയില്ലല്ലോ. പറയാനും കഴിയില്ല. പൊട്ടിത്തെറി എന്തെങ്കിലും ഉണ്ടാവും. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. അത് താമസിക്കാനും ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ കോൺഗ്രസിനെ പാലയിലുള്ള വീഴ്ചയായിരിക്കുമോ? അല്ലെങ്കിൽ പാലായിൽ അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചപ്പോൾ അത് അത്ര വലിയ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. കാരണം ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല ഇതാണ്, ഒന്നിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ അടുത്ത് പ്രബലങ്കണ്ടുകാരനാണ്. ഞാൻ UDF ആളാണ്. അപ്പോൾ അതുകൊണ്ട് UDF നടക്കുന്ന ഏകദേശം കളികളൊക്കെ നമുക്കറിയാം. അപ്പം ഇതിനകത്ത് ഇപ്പം ഈ ഒരു വാച്ച് മോഷണവും ഫയൽ മോഷണവും ഒക്കെ അതൊക്കെ വളരെ അതൊക്കെ ചിലപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതെ, നേരത്തെ നമ്മുടെ ബിജു തോമസ് നമ്മുടെ ബിനു പുള്ളിക്കാരനെതിരെ പരാതി കൊടുത്തിരുന്നു കയ്യേറ്റ ശ്രമത്തിനൊക്കെ. അപ്പോൾ അതിനുള്ളൊരു പ്രതികാര നടപടിയാണോ ഇതെന്നുള്ള രീതിയിലൊക്കെ അങ്ങനെയും വരാം അല്ലേ. അങ്ങനെയും വരാം. രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാമല്ലേ. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. അതെ, ആരോപണ പ്രത്യാരോപണങ്ങളാണല്ലോ. അതാണ് രാഷ്ട്രീയം. അതെ, അപ്പോൾ അങ്ങനെ ആവാനും സാധ്യതയുണ്ടല്ലേ. അങ്ങനെ സാധ്യതയുണ്ട്. എന്തായാലും ഇത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ്. പരിഹരിക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ കോൺഗ്രസ് ആകാതെ നാണം കിട്ടുമല്ലോ. അതെ, പിന്നെ തീർച്ചയായും. കാരണം ഇപ്പം പുതുതായിട്ട് ഇപ്പോൾ ഭരണത്തിലേക്ക് വന്ന് അപ്പോഴേക്കും തന്നെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതൊരു ബുദ്ധിമുട്ടാണ്. ഭരണത്തെ ശരിക്കും ബാധിക്കും. നിസ്സാരമായ കാര്യങ്ങളാണല്ലോ വലുതായി പോകുന്നത്. ജനങ്ങൾക്ക് എന്തായാലും അത് ഒപ്പം തന്നെ. തീർച്ചയായിട്ടും. അതിപ്പം ഈ ഒരു പാലാ നഗരസഭ ഇപ്പോൾ അല്ലേ ഒരു ദിയ പുളിക്കൽ കണ്ടമെന്ന് പറയുന്ന അവരുടെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ ഉള്ളായിരുന്ന? വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ആൾക്കാരുടെയൊക്കെ അഭിപ്രായം. മൊത്തത്തിൽ അങ്ങനെയുണ്ട്. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെ വരുമ്പോൾ പാർട്ടിക്ക് അകത്ത് വരുമ്പോഴാണ് വിഷയം. അതാണ് വിഷയം. എന്തായാലും ഓക്കെ, ശരി, ആയിക്കോട്ടെ. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ ജനങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ് അതിന് അവരുടെ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കട്ടെ. അതിനെക്കുറിച്ച് വേറെ അഭിപ്രായമൊന്നും പറയാനില്ല. എന്തായാലും ബിജു തോമസിനെതിരെ കൊടുത്തിരിക്കുന്ന കേസിൽ എന്തെങ്കിലും സത്യം ഉണ്ടെന്നാണോ ചേട്ടൻ കരുതുന്നത്? അല്ല, പാലക്കാർക്ക് ഇങ്ങനെയല്ലേ രാഷ്ട്രീയപരമായി നോക്കുമ്പോഴത്തേക്കും ഇപ്പം അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പറ്റിയ ഓരോ അബദ്ധങ്ങൾ അത് തന്നെ, അല്ല വേറെ ഒന്നും പറയാനില്ല. അതിന് എന്തായാലും ഇപ്പോൾ പ്രതിപക്ഷം ഇത് കണ്ടിട്ട് ചിരിക്കുക എന്നുള്ളതാണല്ലോ. ഇല്ല, പ്രതിപക്ഷത്തിനെക്കുറിച്ച് പ്രതിപക്ഷം ഒന്നും പറഞ്ഞില്ലല്ലോ. പ്രതിപക്ഷത്തിൻ്റെ ഇപ്പം പ്രതിപക്ഷത്തിന് അതിന് പറഞ്ഞ് അവർ അതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ നല്ലൊരു തീരുമാനം എടുത്തത്. ബഹുമാനപ്പെട്ട ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞത് തന്നെ ആദ്യം തന്നെ അവരുടെ അടുത്ത് വന്നതാണ്. പക്ഷേ അവർക്കറിയാം ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ. ജനങ്ങൾ ഒരു ആരോടുള്ള എല്ലാവരും വൈരാഗ്യത്തിന് പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ജനം തിരിച്ചറിയും
എല്ലാം ഓരോന്നോ 2 വർഷത്തിനകം തിരിച്ചറിയുന്നുണ്ടല്ലേ? തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, കേരളത്തിലെ ഭരണത്തിനെ തന്നെ ഇത് തന്നെയല്ലേ അറിയുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം ജോസ് കെ മാണിയുടെ തോൽവി എന്ന് പറയുന്നത് ഭയങ്കര അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തോൽവിയായിരുന്നു പാലയെ സംബന്ധിച്ച്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി വരുമല്ലേ. ഇപ്പം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതെല്ലാം ഒരു തിരഞ്ഞെടുത്തെല്ലാം അബദ്ധമായി പോയി എന്നുള്ളത്. ഇനിയും മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കൂടുതലുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതിനുള്ളിൽ എന്തെങ്കിലും കളികൾ നടക്കുന്നുണ്ടെന്നാണ്? ഇല്ലേ, എന്ത് ഒരു കളികളും ഇല്ല. ഞാനിപ്പോൾ വെറുതെ അതൊക്കെ ഈ മീഡിയയെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആൾക്കാർ. ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം, ജനങ്ങളുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാമല്ലോ. അപ്പം ജനം ഒരു ഭരണമാറ്റം പ്രതീക്ഷിച്ചു, പക്ഷേ അതിനുള്ള ഒരു എല്ലാ കാര്യങ്ങളിപ്പോൾ വന്നത് ഭരണം കൊടുത്തവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അതെ അതെ അതെ, അത് തന്നെ ഉള്ളൂ കാര്യങ്ങൾ. എന്തായാലും മാറട്ടെ എന്ന് തന്നെയാണ് ചേട്ടൻ്റെ. എങ്ങനെ ഇത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ എന്നുള്ളത് അവരുടെ നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കട്ടെ. അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇതെല്ലാം തിരഞ്ഞെടുത്ത് അബദ്ധമായി പോയി. അതേ ഉള്ളൂ. ിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായ സംഭവമാണ്. അതിനോട് അനുകൂലിക്കുന്നില്ല. അതെ, അപ്പം കോൺഗ്രസിനകത്ത് തന്നെ ഒരു ഒത്തൊരുമക്കുറവ് ഉണ്ടെന്നുള്ളതാണ്. ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഫയൽ മോഷണം പോയതൊക്കെ അത് തെറ്റായ നടപടിയാണ് ശരിയായിട്ടും. എന്തായാലും അനധികൃതമായിട്ടാണ് ബിജു തോമസ് ഇപ്പോൾ ഈ ദിയ പുളിക്കൽ കണ്ടത്തിൻ്റെ ഓഫീസിലേക്ക് കയറിയത് എന്നുള്ളൊക്കെ വാർത്തകൾ വരുന്നു. അതിനെ ഒരു വിധത്തിലും പൊതുജനങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം 10 വർഷം കഴിഞ്ഞവർക്ക് ഭരണം കിട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നതല്ലേ? അതെ, ഉണ്ടാകുന്നതാണ്. പക്ഷേ അത് തെറ്റായ നടപടിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അനുകൂലിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ധാരണ പൊതുജനങ്ങൾ ഇതിനെ അനുകൂലിക്കില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതെ അതെ. എന്തായാലും ഈ ഒരു ഇത് പെട്ടെന്ന് ഈ ഒരു ഒത്തുതീർപ്പ് ആവണമെന്ന് തന്നെയാണ് ചേട്ടൻ്റെ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഭരണം സ്തംഭിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ഇതിനകത്ത് കേരള കോൺഗ്രസിൻ്റെ കളികളുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ അത്ര ഗ്രഹിച്ചിരുന്നില്ല ഈ സംഭവമേ. ഇപ്പോഴാണത് ശരിക്കും മനസ്സിലാകുന്നത്. ഇതെന്ന് നടന്നതാണ് സംഭവം? ഇന്ന് നടന്നതാണ്. അപ്പോൾ പേപ്പർ വാർത്ത വന്നില്ല അല്ലേ? ചാനൽ ടി വിയിൽ കണ്ടില്ലായിരുന്നേ. എന്തായാലും ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളല്ല. പാലയിൽ നമുക്കറിയാം ജോസ് കെ മാണി തോറ്റിരുന്നു. എല്ലാവരും അത്ര പ്രതീക്ഷിക്കാത്തൊരു തോൽവിയായിരുന്നു അത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ ഇവിടെ വന്നത് തന്നെ ഈ ദിയ പുളിക്കൽ കണ്ടം അതുപോലെ അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ബലം കൊണ്ടാണ്. അപ്പം എന്തായാലും ജോസ് കെ മാണിക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്നത് ഈ ഒരു അധികാരത്തിൽ വരാത്തതിൻ്റെ അങ്ങനെ ഒരു അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയില്ല, അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ എന്തായാലും തെറ്റാണ്, ശരിയായില്ല. ഇല്ല. ഒരുമാതിരി നാറ്റക്കേസല്ലേ ഇത്? ഒരു വിധത്തിലാണ് ഭരണം കിട്ടിയത്. അത് ഇവനായിട്ട് നശിപ്പിക്കും, അത്രേ ഉള്ളൂ. ഈ കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ അങ്ങോട്ട് അത് ഒരുമാതിരി കളിയാണ്. അതാണ് അവൻ്റെ കളി. മറ്റേ മര്യാദയ്ക്ക് UDF ഭരണത്തിൽ വന്നാ എന്തായാലും പ്രതിപക്ഷം ചിരിക്കുകയാണെന്ന് ചിരിപ്പിക്കാനുള്ള കളി. ഇവനെന്തോ കളി കളിക്കുന്നത്, അതല്ലേ വേറെ ഒന്നും അല്ലെന്ന്.